ചന്തേരി ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നല്ല കളക്ഷൻസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരെണ്ണം വെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും എല്ലാം ഒരു ഷെയ്ഡ്സാണ്, പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ. പ്രിൻറ്റും വ്യത്യാസമുണ്ട്. അതായത് ചിലപ്പോൾ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക്, പിന്നെ ശരിക്കും ഒരു ബ്രൗൺ ഉണ്ട്, പിന്നെ ഒരു ഗ്രീനിൻ്റെ തന്നെ 2 ഷെയ്ഡ്സ് ഉണ്ട്, ലൈറ്റും ഡാർക്കും ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഒരു വേറൊരു പ്രിൻറ്റിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏതെടുത്താലും ഓൾമോസ്റ്റ് സെയിം പോലെ തന്നെ, മീൻസ് എന്താ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇൻ കേസ് ബ്ലാക്ക് കിട്ടിയെന്നില്ല എന്നുള്ളവർക്ക് അടുത്ത ഗ്രീൻ എടുത്താലും ഒരു ഔട്ട്ലുക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നല്ല ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ. ശരിക്കും ഇങ്ങനത്തെ ഡാർക്ക് അല്ല, ലൈറ്റ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു കസ്റ്റമറുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നത്, അതായത് ഒരു നോർമൽ ഇങ്ങനത്തെ ഒരു ക്ലാസി സിൽക്കി ഫിനിഷിൽ വെയർ ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ ഇതുപോലെ ക്രോഷോ ലേസിങ് ഒക്കെ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ. സോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക്, അവൈലബിൾ ആയിട്ടുള്ളത് ബ്രൗൺ, ഗ്രീനിൻ്റെ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ്. പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് 1299 ആണ്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് 36 to 46 വരെയുള്ള സൈസ് നമ്മളിതിനകത്ത് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പം ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. ഇത് തന്നെ ആയിരിക്കും ഫുൾ ഔട്ട്ലുക്ക്, ജസ്റ്റ് ആ ഒരു കളറിൽ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് കുറച്ചുകൂടെ ഒരു ബ്രൗണ്. നിങ്ങൾ ഷെയ്ഡ്സ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, സ്ക്രീൻഷോട്ടിൽ പെട്ടെന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യില്ല ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ്. സോ എൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു പോവാം. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണ് നമ്മൾ ചന്തേരി ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലൊരു കോളർ സ്റ്റൈലിംഗ്, അതായത് നല്ലൊരു ചൈനീസ് കോളർ സ്റ്റൈലിംഗ് ആണ്. പിന്നെ ഇത് കണ്ടോ, അതിൽ തന്നെ നമ്മളിതുപോലെ ട്രാൻസ്പെറൻറ്റ് കൊടുത്തിട്ടാണ്. അത് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ കേട്ടോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലെ ഒരു നമുക്ക് ലൈനിങ് കുറച്ച് മീൻസ് ഇറങ്ങിയിട്ട് ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ഫീലാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര കംഫർട്ട് കേട്ടോ, വെയർ ചെയ്യുമ്പോൾ നല്ലൊരു കംഫർട്ട് സ്റ്റൈലാണ്. പിന്നെ എൻഡിൽ ഇതുപോലെ ക്രോഷോ ലേസിങ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റ് എൻസിലും ഇതുപോലെ തന്നെ ക്രോഷോ ലേസിങ്, നല്ലൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണ്. പിന്നെ ഇതുപോലെ സൈഡ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തൊരു സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഷെയ്ഡ് കാണിക്കാം കേട്ടോ. അടുത്തൊരു ഗ്രീനാണ്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീന്, നല്ലൊരു സിൽക്കി ഫിനിഷിൽ, മീൻസ് ഒരു പാർട്ടി നല്ലൊരു ചന്തേരിയുടെ ദുപ്പട്ടയൊക്കെ കൊടുത്ത് പെയർ ചെയ്യുവാണെങ്കിൽ നല്ലൊരു സിൽക്കി 3 പീസ് സെറ്റായിട്ടൊക്കെ നമുക്ക് പെയർ ചെയ്തെടുക്കാം. 1299 പ്രൈസ് വരുന്നത്. ഇത് ഗ്രീനിൻ്റെ തന്നെ അടുത്തൊരു കുറച്ച് ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് കേട്ടോ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പ്രിൻറ്റിലൊക്കെ വരുന്നൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 1299. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.